എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ പ്രസാദ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കറിയാം ഡിസംബർ 2025 സൈക്കിളിലെ എക്സാം കഴിഞ്ഞിരുന്നു. അതിനുശേഷം അതിൻ്റെ റിസൾട്ട് വന്നിരുന്നത് ഇന്നലെയായിരുന്നു. 26 മെയ് 2026. ആ ഒരു എക്സാം റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ഒരുപാട് കംപ്ലയിൻസ് ആണ് ഈ എക്സാം എഴുതിയ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. കാരണം ഇവരുടെ റെക്ടിഫൈഡ് ആൻസർ കീയിൽ നിന്നും ഒരുപാട് മാർക്കിന്റെ ഡിഫറൻസ് ആണ് റിസൾട്ട് വന്നപ്പോഴുള്ള മാർക്സിലുള്ളത്. കാരണം റെക്ടിഫൈഡ് ആൻസർ കീ ചെക്ക് ചെയ്തപ്പോൾ പലരും പാസ്സായിരുന്ന ആളുകൾ ശരിയായ റിസൾട്ട് വന്നപ്പോൾ ഫെയിൽ ആയിട്ടുണ്ട്. കാരണം ഏകദേശം 1 മാർക്ക് തൊട്ട് 10 മാർക്കിന്റെ വരെ ഡിഫറൻസ് ആണ് പല ആളുകൾക്കും വന്നിട്ടുള്ളത്. ഈവൻ 10 മാർക്കിന് മേലെ ഡിഫറൻസ് വന്നിട്ടുള്ള ആളുകളും ഉണ്ട്. കാരണം 150-ൽ 120-ഉം 125-ഉം മാർക്ക് കിട്ടിയ ആളുകൾക്ക് പോലും ഏകദേശം 5 to 10 മാർക്സിന്റെ കുറവ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ട് ഓഫിന് തൊട്ടടുത്ത് നിന്ന്, അതായത് 90-യും 82-ഉം ആണ് നമുക്കറിയാം കട്ട് ഓഫ് ആയിട്ട് വേണ്ടത്. ഈവൻ 90 കട്ട് ഓഫ് പ്രതീക്ഷിച്ച് ഈവൻ 95-ഉം 92-ഉം അതുപോലുള്ള ആളുകൾക്കും ഈ വലിയൊരു മാർക്കിൽ റിഡക്ഷൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 82 കട്ട് ഓഫ് വേണ്ടവരും 85, 86, 88 ഇതുപോലുള്ള മാർക്കുള്ളവർ പോലും വലിയൊരു കുറവ് വന്നിട്ട് അവർക്ക് എക്സാം ക്ലിയർ ആവാതെ പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു പ്രശ്നമാണ്. അത് ഒന്നോ രണ്ടോ പേരല്ല, ഒരുപാട് പേരാണ് ഈ ഒരു സെയിം കംപ്ലൈന്റ് പറയുന്നത്. അതും ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ പാർട്ടിൽ നിന്ന് മാത്രമല്ല നമുക്ക് ഈ ഒരു കംപ്ലൈന്റ് കിട്ടുന്ന എല്ലാ കാറ്റഗറിയിൽ നിന്നും, കാറ്റഗറി 1, 2, 3, 4 അതുപോലുള്ള എല്ലാ സബ്ജക്റ്റിൽ നിന്നും കോമൺ ആയിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഇത്. പൊതുവെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടിഫൈഡ് ആൻസർ കീഴിൽ നിന്നും റിസൾട്ട് വരുമ്പോൾ അതിൽ 1 മാർക്കിന്റെ പോലും ഡിഫറൻസ് ഉണ്ടാവാൻ പാടില്ല. കാരണം നമുക്ക് റെക്ടിഫൈഡ് ആൻസർ കീയിൽ എത്ര മാർക്ക് കിട്ടുന്നോ ആ സെയിം മാർക്ക് തന്നെ നമുക്ക് നമ്മുടെ റിസൾട്ട് വരുമ്പോഴും ഉണ്ടാവണം. പക്ഷെ ഇവിടെ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്ടിഫൈഡ് ആൻസർ കീയിൽ 1 മാർക്ക്, റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം വേറൊരു മാർക്ക്, അത് വലിയൊരു കുറവാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. റിസൾട്ടിൽ പാസ്സാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകളും പാസ്സായിട്ടില്ല. അപ്പൊ അത് വലിയൊരു പ്രശ്നം തന്നെയാണ്. മാത്രമല്ല കോമൺ ആയിട്ട് ഉണ്ടായിരിക്കുന്ന മറ്റൊരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരുടെയും OMR ഷീറ്റ് ഇൻവാലിഡ് ആയിട്ടുണ്ട്. അപ്പം ഇവരുടെ അടുത്ത് ഈ ഒരു ആൻസർ കീന്റെ കോപ്പിയുണ്ട്. അപ്പൊ ഈവൻ ആ ഒരു ആൻസർ കീന്റെ കോപ്പിയിലും കറക്റ്റ് ആയിട്ടാണ് ഉള്ളത് മാർക്ക് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും അത് എററായിട്ടാണുള്ളത്. അതും ഒന്നും രണ്ടു പേരല്ല, ഒരുപാട് പേര്. അപ്പൊ ഈ ഒരു കംപ്ലൈന്റ് എന്ന് പറയുന്നത് നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കംപ്ലൈന്റ് അല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പൊ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ പരീക്ഷാ ഭവനിൽ കോൺടാക്ട് ചെയ്യുക, അവരോട് കാര്യം അറിയിക്കുക എന്താണ് പ്രശ്നം എന്നുള്ളത്. അതിനുശേഷം അവിടുന്നും നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഇത് കുറച്ചും കൂടി ഹയർ അതോറിറ്റിയിലേക്ക് എത്തിക്കണം. നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, അതുപോലെ തന്നെ ഇല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ചീഫ് മിനിസ്റ്റർ, അപ്പൊ ഇവരുടെ അടുത്തേക്കും കൂടി എത്തിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം നമ്മൾക്ക് ഈ ഒരു മാർക്ക് കുറവ് വരിക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. കാരണം നമ്മൾ ഇത് ഡിസേർവ് ചെയ്യുന്ന മാർക്കാണ്. കാരണം ഒരുപാട് നാള് എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു മാർക്കാണ്. അപ്പൊ നമ്മൾക്ക് അർഹതപ്പെട്ട, നമ്മൾ ഡിസേർവ് ചെയ്യുന്ന ഒരു മാർക്ക് അവരുടെ അല്ലെങ്കിൽ പരീക്ഷാ ഭവന്റെയോ അല്ലെങ്കിൽ ഈ എക്സാം നടത്തിപ്പുകാരുടെയോ മിസ്റ്റേക്ക് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നമുക്കത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ ഇതിന് ഫസ്റ്റ് നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പേരെ ഇത് ബാധിച്ചിട്ടുണ്ടെന്ന് അറിയണം. കാരണം എനിക്ക് ഒരുപാട് കംപ്ലൈൻസ് ആണ് പല ആളുകളും വാട്സപ്പ് വഴിയും വിളിച്ചും എല്ലാം പറയുന്നത്. അപ്പം എല്ലാവരും മാക്സിമം നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കാറ്റഗറി 1, 2, 3 or 4 ഏതാണോ നിങ്ങളുടെ കാറ്റഗറി, അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്സിന്റെ ഡിഫറൻസ് ആണുള്ളത്, കാറ്റഗറി, നിങ്ങളുടെ സബ്ജക്ട് ഏതാണോ സബ്ജക്ട്, പിന്നെ എത്ര മാർക്സിന്റെ ഡിഫറൻസ് ആണ് നിങ്ങൾക്കുള്ളത്, അത് നിങ്ങൾ ഈ ഒരു കമന്റിൽ ഒന്ന് പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിനും ആർക്കൊക്കെയാണോ ഈ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ ആരൊക്കെയാണോ ഈ ഒരു കേട്ടറ്റ് എക്സാം എഴുതി ഈ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത്, അവർക്ക് കൂടി ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മാർക്ക് എത്രയാണ് നിങ്ങൾക്ക് റെക്ടിഫൈഡിലുള്ളത്, റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്, അത് നിങ്ങൾ ഈ ഒരു കമന്റിലും കൂടി ഇടുക. അതിനുശേഷം നമുക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോളം പേരെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത്. എൻ്റെ അറിവിൽ ഞാനിപ്പോൾ അറിഞ്ഞിടത്തോളം ഒരുപാട് പേരെ ഇത് ബാധിച്ചിട്ടുള്ളത് പോലെയാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു മാർക്കും അതിന്റെ ഡിഫറൻസും നിങ്ങൾ ഈ ഒരു കമന്റ് ബോക്സിൽ എന്തായാലും ഇടുക. നമുക്ക് നോക്കാം എത്രത്തോളം ആളുകളെ ഇത് ബാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് ഉണ്ട് എന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് അത് ചെക്ക് ചെയ്യാം. അതിനുശേഷം എന്തായാലും ഈ ഇഷ്യൂ ഉള്ളവര് എല്ലാവരും നിർബന്ധമായിട്ടും പരീക്ഷാ ഭവനെ അടുത്ത ദിവസം തന്നെ കോൺടാക്ട് ചെയ്യുക. അവരോട് ചോദിക്കുക എന്തുകൊണ്ടാണ് ഇത് വന്നത്. കാരണം നമ്മൾ ഒരുപാട് മാസങ്ങളും ഒരുപാട് നാളുകളും എടുത്ത് കഷ്ടപ്പെട്ട് പഠിച്ചെഴുതുന്ന ഒരു എക്സാമാണ്. അപ്പൊ അത് നമ്മളേതല്ലാത്ത ഒരു മിസ്റ്റേക്ക് കൊണ്ട് ഒരിക്കലും നമ്മൾ ഫീൽ ആവാൻ പാടില്ല. നമ്മൾ ട്രോലി ഡിസേർവ് ചെയ്യുന്നതാണെങ്കിൽ അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ പരീക്ഷാ ഭവനിൽ വിളിച്ച് അന്വേഷിക്കുക എന്താണ് പ്രശ്നം എന്നറിയാം. ഇനി ഈവൻ അവിടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇത് കുറച്ചും കൂടി ഹയർ അതോറിറ്റിയിലേക്ക് എത്തിക്കാം. അപ്പൊ എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഈ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒരു വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ
എത്രയാണോ മാർക്സ് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ, അത് നിങ്ങളൊന്ന് കമന്റിലും കൂട്ടി രേഖപ്പെടുത്തുക. നമുക്ക് എന്തായാലും ഇവിടെ സോൾവ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഹയർ അതോറിറ്റിയിലേക്ക് തന്നെ പോയിട്ട് നമുക്ക് എന്തായാലും ഈ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യാൻ നോക്കാം. താങ്ക് യു.